കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം വിദ്യാർത്ഥികളാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദുമ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച സ്കോളേഴ്സ് കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം വിദ്യാർത്ഥികളാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സിന്റെ +2ന്റെ പരീക്ഷ എഴുതിയാൽ ചോദിക്കുന്ന ചോദ്യം പാസ്സായെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ചോദ്യം ആരും ചോദിക്കില്ല. എത്ര A+ ഉണ്ട് അല്ലെങ്കിൽ ഫുൾ A+ ഉണ്ടോ എന്ന് മാത്രമാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു പ്രശ്നം, എല്ലാ വിഷയത്തിലും A+ കിട്ടിയാൽ പോലും ഇപ്പോ തുടർ പഠനത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സിനൊക്കെ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണ്. ഒരു ബയോമാത്സിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസിനോ അല്ലെങ്കിൽ ഒരു BSc നഴ്സിങ്ങിനോ ഒക്കെ ഒരു സീറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അത്ര അധികമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വളരെയധികം മത്സരം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലോകത്തിൽ വിജയം കൈവരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഉദുമ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ കെ നീലകണ്ഠൻ MLA ഒരുക്കിയ സ്കോളേഴ്സ് കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ ഏതു കോണിലും അഭിമാനാർഹമായ വിജയം കൈവരിക്കുന്നവരിൽ മലയാളി വിദ്യാർത്ഥികളെ മുന്നിൽ കാണാം. നല്ല വിദ്യാഭ്യാസവും നല്ല തൊഴിലിടവും ഇവിടെ തന്നെയുണ്ടാകുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചുവാർക്കാനാണ് ശ്രമം. കേരളം ആകർഷിക്കപ്പെടുകയും സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്താൽ വിദേശങ്ങളിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് ചുരുങ്ങും. എല്ലാ പരിമിതികളെയും അതിജീവിക്കാനുള്ള മാർഗമായി വിദ്യാഭ്യാസത്തെ കാണണമെന്നും മന്ത്രി പറഞ്ഞു. കെ നീലകണ്ഠൻ MLA അധ്യക്ഷത വഹിച്ചു. JCI മുൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് AV വാമനകുമാർ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. കല്ലട്ര മാഹിൻ MLA, KPCC സെക്രട്ടറി ഹക്കീം കുന്നിൽ, DCC പ്രസിഡന്റ് PK ഫൈസൽ, കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട്, ജില്ലാ പഞ്ചായത്ത് അംഗം സുകുമാരി ശ്രീധരൻ, കല്ലട്ര അബ്ദുൾ ഖാദർ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി, ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അബൂബക്കർ, VR വിദ്യാസാഗർ, ഹരീഷ് B നമ്പ്യാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൻവർ കോളിയടുക്കം, ചെമ്മനാട് പഞ്ചായത്ത് അംഗം റീബ ഉണ്ണികൃഷ്ണൻ, M കുഞ്ഞമ്പു നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ 580 വിദ്യാർത്ഥികൾക്ക് യോഗത്തിൽ പ്രശംസാപത്രം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.